തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം 5 മാസമായിട്ട് നമുക്കൊന്നും തൊഴിലുറപ്പിന് ശമ്പളം കിട്ടുന്നില്ല. 5 മാസം ഒക്ടോബറിന് ശേഷം നമുക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. കാരണം ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലം കുറച്ച് ഗ്രാമമായ ഒരു സ്ഥലമാണ്. അവിടെയെന്ന് പറഞ്ഞാൽ ആൾക്കാർ ജീവിക്കുന്നതേ പണിയെടുത്താൽ മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അവരൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് ഈ ശമ്പളം കിട്ടാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കഴിയുന്നുള്ളത്. അതുമാത്രമല്ല, CPM എന്തെങ്കിലും ഒരു പരിപാടി വെക്കുമ്പം പണി നിർത്തിക്കൊള്ളണം, അവർ പറയുന്ന സ്ഥലത്തേക്ക് അവരുടെ പരിപാടിക്ക് പോകണം. പോയില്ല എങ്കിൽ ആ ആൾക്ക് പണിയില്ല. ആ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ തൊഴിലുറപ്പിലെന്ന് പറഞ്ഞാൽ വീട്ടിൽ വേണ്ട പണിയൊക്കെ എടുത്തു തരുന്നത്. അതായത് തൊഴിലുറപ്പ് തെങ്ങും തടം, കവുങ്ങും തടം, റബ്ബറിന് കുഴി, ഇതൊക്കെയാണ് എടുക്കുന്നുണ്ടായത്. പക്ഷെ ഇപ്പോഴതല്ല. ഇപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇന്നതെന്നില്ല, വീട്ടിൽ വേണ്ട പണി ആർക്കും കിട്ടുന്നില്ല. ഒരു വീട്ടിൽ വേണ്ടാത്ത പണി പിന്നെ എന്തെന്ന് എടുക്കാനുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഈ അവർ പറയുന്ന അവിടെ പോയി മണ്ണ് കളക്കണം, മറ്റേത് കളക്കണം, അത് മാത്രമേ ഉള്ളൂ തൊഴിലുറപ്പിൽ ഇപ്പോൾ പണി. നമുക്ക് പറമ്പിൽ, അതായത് നമ്മളെപ്പോലത്തെ ആൾക്കാർക്കെല്ലാം പറമ്പിൽ എന്തെങ്കിലും ഒരു പണി കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ഇത് കിട്ടാതെ ഇങ്ങനെയുള്ള ഒരു പണിയാണ് എടുക്കുന്നത്. അതുകൂടാതെ പണിയെടുക്കുന്നത് പഠിപ്പിലാണെങ്കിൽ ഒപ്പിടാൻ പോണ്ടത് ആനക്കല്ലിലേക്കാണ്, ഫോട്ടോ എടുക്കാൻ പോണത് കരിവേടത്തേക്ക്. അങ്ങനെയാണ് ഇപ്പോഴത്തെ സംഭവം. മുമ്പ് അങ്ങനെയല്ല, പണിയെടുത്തിടത്ത് തന്നെ ഫോട്ടോ എടുക്കലും ഒപ്പിടലും എല്ലാം എവിടെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇത് പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ നടക്കാനുണ്ട് മനുഷ്യർക്ക്. നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ കയറ്റം ഇറക്കമെല്ലാം ഉള്ള സ്ഥലമാണ്. വയസ്സന്മാരെല്ലാം ഈ പണിയെടുക്കുന്നത്, അവർക്കെല്ലാം നടക്കാൻ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അതുപോലെ തന്നെ നമ്മൾ ഈ പണി കഴിയുന്നതും പറമ്പിൽ പണിയെടുക്കുന്ന മാതിരി ആക്കി തരികയും ഞങ്ങളെ ശമ്പളം അവർക്ക് കിട്ടുന്ന മാതിരി ആക്കുകയും ചെയ്യണം.